പുൽമൈതാനങ്ങളിൽ വിസ്മയം തീർക്കുന്ന പ്രതിഭകൾ മാത്രമല്ല, ഗാലറിയിലെ ചില ഡൈഹാർഡ് ഫാൻസും ലോകകപ്പ് ചരിത്രത്തിന്റെ ഓർമ്മത്താളുകളിലുണ്ട്. ക്ലോവിസ് അക്കോസ്റ്റ ഫെർണാണ്ടസ് എന്ന മനുഷ്യനെ ഓർമ്മയില്ലേ? 2014 ബ്രസീൽ ജർമ്മനിയോട് തോറ്റ് അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ മിഴിനീരണിഞ്ഞ ആ മനുഷ്യൻ. ആർപ്പുവിളികളും ആരവങ്ങളും മണ്ണിൽ ബാക്കിയാക്കി മരണത്തിന്റെ ലോകത്തേക്ക് ക്ലോവിസ് 2015 വിടവാങ്ങിയത്. പക്ഷേ ആ ഓർമ്മകളെ ആ മണ്ണിൽ വേരുറപ്പിച്ച് നിർത്താൻ 2 പേരുണ്ട്. ആരെന്നൊക്കെയല്ലേ? കണ്ടുവരാം ഈ റിപ്പോർട്ട്. കാലത്തെ ഫ്രീസ് ചെയ്തു വെക്കുന്ന ഓർമ്മകളുടെ റീലുകൾ ആവോളമുണ്ട് ലോകകപ്പിന്റെ ചരിത്രത്താളുകളിൽ. ജയവും തോൽവിയും കണ്ണീരും കരഘോഷവും തുടങ്ങി എത്രയോ ഓർമ്മകൾ. പുൽമൈതാനങ്ങളിലെ പോർവിളികൾക്ക് സാക്ഷിയാകുന്ന ഗാലറികൾക്കും പറയാനുണ്ട് ഇങ്ങനെ ചില മനോഹരമായ കഥകൾ. നഷ്ടങ്ങൾ. ഈ മനുഷ്യനെ ഓർമ്മയില്ലേ? 2014 മാറക്കാനയിലെ മഞ്ഞക്കടലിരമ്പത്തെ ജർമ്മൻ പട നിശബ്ദമാക്കിയപ്പോൾ മിഴിനീരണിഞ്ഞ മനുഷ്യൻ. ബ്രസീലിലെ മിനറാവോ സ്റ്റേഡിയത്തിൽ ജർമ്മനിക്ക് മുന്നിൽ വീണ് കാനറികൾ തലകുനിച്ചു മടങ്ങിയപ്പോൾ ഗാലറിയിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിരുന്ന ബ്രസീലിന്റെ വിശ്വവിഖ്യാത ഫാൻ ക്ലോവിസ് അക്കോസ്റ്റ ഫെർണാണ്ടസ്. ലോകകപ്പ് പോരാട്ടത്തിന് കാനറിപ്പട കച്ചമുറുക്കുമ്പോൾ, അവർക്കായി ആരാധകർ ഗാലറികളിൽ മനുഷ്യസാഗരം തീർക്കുമ്പോൾ ക്ലോവിസിനെയും കാലം ഓർക്കാറുണ്ട്. അന്ന് തന്റെ ഹൃദയത്തുടിപ്പായ ബ്രസീലിന്റെ തോൽവിയിൽ മനം തകർന്ന് ലോകകിരീടത്തിന്റെ മാതൃകയും നെഞ്ചോട് ചേർത്ത് ക്ലോവിസ് ഉണ്ടായിരുന്നു. മുള്ളറിന്റെയും ക്ലോസയുടെയും ക്രൂസിന്റെയും ബൂട്ടുകൾ ക്രൂസ് മിസൈൽ കണക്കെ ബ്രസീൽ വല നിറച്ചപ്പോൾ ചങ്കു തകർന്ന് നോക്കിയിരുന്ന മനുഷ്യൻ. അന്ന് ലോകകിരീടത്തിന്റെ മാതൃക നെഞ്ചോട് ചേർത്ത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി കൊച്ചുമകളോടൊപ്പം ഇരുന്ന ക്ലോവിസിന്റെ ചിത്രങ്ങൾ ഓരോ ഫുട്ബോൾ ആരാധകന്റെയും ഹൃദയത്തിലെ മുറിപ്പോടായി. തോൽവിയുറച്ച നിമിഷത്തിൽ തന്റെ കയ്യിലിരുന്ന ലോകകപ്പ് ട്രോഫിയുടെ മാതൃക ജർമ്മൻ ആരാധകർക്ക് നൽകി ക്ലോവിസ് സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ നേർചിത്രവുമായി. 1990 മുതൽ ബ്രസീൽ പങ്കെടുത്ത എല്ലാ ലോകകപ്പുകളിലും തലയിൽ പ്രത്യേക ഹാറ്റും ലോകകപ്പിന്റെ മാതൃകയുമായി ആർത്തുവിളിക്കാൻ ക്ലോവിസ് ഉണ്ടായിരുന്നു. 60-ലധികം രാജ്യങ്ങളിലായി 150-ലധികം മത്സരങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായി. 2015 വൃക്കയിലെ ക്യാൻസറിനോടുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ക്ലോവിസ് ഈ ലോകത്തോട് വിട പറയുന്നത്. പക്ഷേ മരിക്കാത്ത ആ ഓർമ്മകൾ വീണ്ടും പുനർജനിക്കുകയാണ് ക്ലോവിസിന്റെ മക്കളിലൂടെ. അച്ഛന്റെ തൊപ്പിയും അതേ ട്രോഫിയും കൈകളിലേന്തി മക്കളായ ഫ്രാങ്കും ഗുസ്താവോയും ഇന്ന് ഓരോ ലോകകപ്പ് വേദികളിലും എത്തുന്നു. തങ്ങളുടെ പിതാവിന്റെ പ്രിയപ്പെട്ട ടീമിനെ പിന്തുണയ്ക്കാൻ ഖത്തറിലേക്ക് യാത്ര ചെയ്ത സഹോദരങ്ങൾ 2026 അത് ആവർത്തിക്കുന്നുണ്ട്. അച്ഛൻ ബാക്കി വെച്ചുപോയ മനോഹരമായ ഓർമ്മകളുടെ തുടർച്ചയെന്നോണം ഇക്കുറിയും ക്ലോവിസിന്റെ മക്കൾ ഗാലറിയിലുണ്ട്. കപ്പടിക്കുമോ എന്ന മുൻവിധികളുടെ പുറകെ അവർ പോകുന്നില്ല. ഏതു പ്രതിസന്ധിയിലും ബ്രസീലിയൻ ദേശീയ ടീമിനോടുള്ള നിരുപാധികമായ പ്രണയത്തിന്റെ കഥയും പേറിക്കൊണ്ടാണ് അവരുടെ വരവ്. നോക്കൌട്ടിൽ ബ്രസീൽ ജപ്പാനെ നേരിടുമ്പോൾ ഫ്രാങ്കും ഗുസ്താവോയും ഉണ്ടാകും, അച്ഛന്റെ ഓർമ്മകളും പേറിക്കൊണ്ട്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.